അഭ്യൂഹങ്ങൾക്ക് വിരാമമിടുകയാണ് ശശി തരൂർ. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കില്ല. ബിജെപിയിൽ അംഗത്വം എടുത്തുകൊണ്ടുള്ള ഒരു പദവിയും തനിക്ക് വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ നിയോഗിച്ച പ്രത്യേക ദൂതനോട് തരൂർ പ്രതികരിക്കുകയുണ്ടായി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. അനാരോഗ്യം ചൂണ്ടിക്കാട്ടി ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ജഗ്ദീപ് ധൻഖർ രാജിവെച്ചതോടെയാണ് കോൺഗ്രസ് നേതൃത്വവുമായി കലഹം തുടരുന്ന ശശി തരൂരിന് വേണ്ടി ബിജെപി ദേശീയ നേതൃത്വം വഴിവെട്ടുകയാണെന്ന അഭ്യൂഹം ഏറിയത്. തരൂരുമായി സഹകരിക്കാനില്ലെന്ന് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം നിലപാട് പരസ്യമാക്കിയതിന് പിന്നാലെയാണ് ബിജെപി നേതൃത്വം പ്രത്യേക ദൂതൻ മുഖേന തരൂർ ക്യാമ്പുമായി ചർച്ച നടത്തിയത്. ഉപരാഷ്ട്രപതി സ്ഥാനത്തിന് പുറമെ ക്യാബിനറ്റിലെ സുപ്രധാന പദവിയും വാഗ്ദാനം ചെയ്തെങ്കിലും ബിജെപിയിൽ പ്രാഥമികാംഗത്വം എടുക്കണമെന്ന നേതൃത്വത്തിന്റെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് ശശി തരൂർ വ്യക്തമാക്കിയതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത്. തരൂർ ഉടൻ ബിജെപി പാളയത്തിലേക്ക് ചേക്കേറുമെന്ന രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്കും ഇതോടെ വിരാമമായി. പാർട്ടി പരിപാടികളിൽ തരൂരിനെ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം അനൌദ്യോഗിക തീരുമാനം കൈക്കൊണ്ടതിന് പിന്നാലെ ബിജെപിയിലേക്കില്ലെന്ന് തരൂർ നിലപാട് വ്യക്തമാക്കിയതോടെ തരൂരിന്റെ തുടർ നീക്കങ്ങൾ സംബന്ധിച്ച് ആകാംക്ഷയേറുകയാണ്. പാർട്ടി നിലപാടിന് വിരുദ്ധമായി തുടർച്ചയായി മോദി സ്തുതി നടത്തിയ തരൂരുമായി ഇനിയൊരു അനുനയ ചർച്ചയ്ക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം തയ്യാറായേക്കില്ലെന്നാണ് സൂചന. അതേസമയം ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ ശശി തരൂരിനായി സമ്മർദ്ദം ശക്തമാക്കുന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. തരൂരിനെതിരെ തിടുക്കത്തിൽ ഒരു നടപടിക്ക് ഹൈക്കമാൻഡ് തയ്യാറാകാത്തതും സഭാ നേതൃത്വത്തിന്റെ നിലപാട് കണക്കിലെടുത്തെന്നാണ് വിവരം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ശശി തരൂർ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഉപരാഷ്ട്രപതി പദവിയിലേക്കില്ല, ബിജെപിയിൽ അംഗത്വം എടുത്തുകൊണ്ടുള്ള ഒരു പദവിയും വേണ്ട എന്ന നിലപാടിലാണ് ശശി തരൂർ. അതേസമയം ഇന്ന് ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് ലോക്സഭയിൽ തുടങ്ങാൻ പോകുന്ന ചർച്ചയിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശശി തരൂർ ഇല്ല എന്നുള്ള കാര്യവും കൂടിയുണ്ട്. അവിടെയും ബിജെപി മറുതന്ത്രം പയറ്റുമോ എന്നുള്ള കാര്യമാണ്. ഏതെങ്കിലും രീതിയിൽ തരൂരിനെ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ബിജെപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ല. അതേസമയമാണ് ബിജെപിയിൽ അംഗത്വം എടുത്തുകൊണ്ട് ഒരു പദവിയും വേണ്ട എന്ന നിലപാടിലേക്ക് തരൂർ എത്തിയിരിക്കുന്നത്. ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, പക്ഷേ കോൺഗ്രസുമായിട്ട് ഒരു സമവായം ഉണ്ടായിട്ടില്ലല്ലോ എന്തായാലും. കാരണം കേരളത്തിൽ കോൺഗ്രസിന്റെ പരിപാടികളിൽ ബഹിഷ്കരിച്ചിരിക്കുകയാണ് ശശി തരൂരിനെ. അതേസമയം കഴിഞ്ഞ ദിവസം സഭയുടെ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു, ക്രൈസ്തവ സഭകളുടെ. അതിൽ അദ്ദേഹത്തിന് പിന്തുണയും കിട്ടുകയാണ്. അപ്പോൾ കോൺഗ്രസ് അല്ലേ ശരിക്കും ഒരു വെട്ടിലായിരിക്കുന്നത്? എന്ത് നിലപാട് തരൂരിനോട് ഇനി സ്വീകരിക്കണം? ഈ നിലപാടിൽ എന്തെങ്കിലും മയപ്പെടുത്തൽ വേണോ? ഇക്കാര്യങ്ങൾ ആലോചിക്കാൻ സമയമായിട്ടുണ്ടോ കോൺഗ്രസിന് തരൂർ ഇങ്ങനെ നിലപാട് പറയുമ്പോഴും? മഞ്ജുഷ്, കോൺഗ്രസ് നേതൃത്വത്തെ കുഴയ്ക്കുന്ന കാര്യം തരൂർ തുടർച്ചയായി മോദി സ്തുതി നടത്തുന്നത് ബിജെപിയിലേക്ക് എത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടെന്ന ഒരു വിലയിരുത്തലിലായിരുന്നു തരൂരിന്റെ എതിർചേരി. അതായത് അവർ പരസ്യമായും രഹസ്യമായും മാധ്യമങ്ങളോടക്കം പങ്കുവച്ചിരുന്നതും അതേ നിലപാടാണ്. ആ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. തരൂർ ഒരു കാരണവശാലും ബിജെപിയിൽ അംഗത്വം എടുത്തുകൊണ്ട് ബിജെപി വാഗ്ദാനം ചെയ്യുന്ന ഒരു പദവിയും സ്വീകരിക്കാനില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച പ്രത്യേക ദൂതനെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഡൽഹിയിൽ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പമാണ് അദ്ദേഹം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കില്ല എന്ന കാര്യം കൂടി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തരൂരിനോടുള്ള കോൺഗ്രസിന്റെ തുടർ നീക്കം എന്താകും? തരൂർ ഇനി അങ്ങ് സ്വീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ എന്താകും? ഇത് രണ്ടും ഒരുപോലെ പ്രസക്തമായി മാറുകയാണ്. കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നത് നിലപാട് മാറ്റിക്കൊണ്ട് അദ്ദേഹം തിരികെ വന്നാൽ മാത്രമേ തരൂരിനെ ഇനി പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ എന്നാണ്. പക്ഷെ അങ്ങനെ ഒരു നിലപാട് മാറ്റിക്കൊണ്ട് ഇനി അങ്ങോട്ട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തരൂർ വരുമെന്ന് നമുക്ക് ഒരിക്കലും പറയാനാവില്ല. പറഞ്ഞതായി തന്നെ ഇരിക്കും. അങ്ങനെ ഇരിക്കവേ തന്നെ തരൂരിനെ അംഗീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇനി തയ്യാറാകുമോ എന്നതാണ് പ്രസക്തമായ കാര്യം. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ദേശീയ നേതൃത്വം തയ്യാറെടുക്കാനുള്ള സാധ്യത നന്നേ കുറവാണ് എന്നാണ് അറിയുന്ന സൂചനകൾ. കാരണം നീണ്ട ഇടവേളയ്ക്ക് ശേഷമായിരുന്നു നേരത്തെ രാഹുൽ ഗാന്ധി ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം മഞ്ഞുരുകളുടെ ലക്ഷണങ്ങൾ കണ്ടെങ്കിലും പിന്നീട് വീണ്ടും ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ശശി തരൂർ നടത്തിയ ബിജെപി അനുകൂല പ്രസ്താവനകൾ അല്ലെങ്കിൽ മോദി അനുകൂല പ്രസ്താവനകൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വ്യാപകമായ അസംതൃപ്തിക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ബിജെപിയിലേക്ക് പാലമിടുകയാണ് തരൂർ എന്നൊരു അഭ്യൂഹം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ പ്രചരിച്ചത്. പക്ഷേ അതിന് തൽക്കാലത്തേക്കെങ്കിലും വിരാമമിട്ടിരിക്കുന്നു. ഈ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനില്ല എന്ന തരൂർ നിലപാട് പറഞ്ഞിരിക്കുന്നതിലൂടെ അതോടൊപ്പം ബിജെപിയിൽ അംഗത്വം എടുത്തുകൊണ്ടുള്ള ഒരു സുപ്രധാന പദവിയും തനിക്ക് വേണ്ട എന്നും തരൂർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ തരൂരിന്റെ തുടർ രാഷ്ട്രീയ നീക്കം എന്താകും? തരൂരിന്റെ
രാഷ്ട്രീയ തന്ത്രങ്ങൾ അത് ഏത് തരത്തിലായിരിക്കും ഇനി കോൺഗ്രസ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ പോകുന്നത് എന്നതാണ് ഇനി പ്രസക്തമായി മാറുന്ന കാര്യം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ ശശി തരൂർ ഉണ്ടാവുകയില്ല. കോൺഗ്രസിന്റെ ലിസ്റ്റിൽ തരൂരിന്റെ പേരില്ല. പക്ഷേ അവിടെയും BJP ഒരു എതിർനീക്കം നടത്തിയാൽ ഇവിടെ സ്വാഭാവികമായിട്ടും തരൂർ ഇല്ലാതെ വരുന്നത് മോദി സ്തുതി തരൂർ ആവർത്തിക്കുമോ എന്നുള്ള ഭയപ്പാടിലാണല്ലോ കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. പക്ഷേ ഈ കേന്ദ്ര സംഘത്തിന്റെ തലവൻ എന്ന രീതിയിൽ തരൂരിനെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം ഈ പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിന്. അങ്ങനെ എന്തെങ്കിലും വന്നാൽ വീണ്ടും വെട്ടിലാകുമല്ലോ കോൺഗ്രസ്. അപ്പോൾ ഇത് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പോവുകയില്ലല്ലോ എന്തായാലും. കാരണം തരൂരിന്റെ അടുത്ത നീക്കം എന്താണ്, തരൂരിനോടുള്ള BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും സമീപനം എന്താണ്, ഇക്കാര്യങ്ങളൊക്കെ കോൺഗ്രസിന് വിലയിരുത്തേണ്ടി വരികയാണല്ലോ ഇപ്പോൾ. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം സഭയ്ക്കകത്ത് മാത്രമേ തരൂരിന്റെ അവസരം നിഷേധിക്കാൻ കോൺഗ്രസിന് കഴിയുകയുള്ളൂ. പുറത്തു വരുമ്പോൾ സ്വാഭാവികമായി ദേശീയ മാധ്യമങ്ങളടക്കം എന്തുകൊണ്ട് തരൂർ, അതായത് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് വിശദീകരിച്ച തരൂരിന് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ പാർലമെന്റിൽ അവസരം നിഷേധിക്കപ്പെട്ടു എന്ന ചോദ്യം ചോദിച്ചാൽ തരൂർ കാര്യങ്ങൾ വിശദീകരിക്കും. അവിടെ വീണ്ടും ഇതേ മോദി സ്തുതി തന്നെ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ പാർലമെന്റിനുള്ളിൽ സംസാരിക്കാൻ അവസരം കൊടുക്കാതിരുന്നത് വെറുതെയായി തീരും. ഇങ്ങനെയൊരു കാര്യമായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിക്കാനിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊരു അതായത് കാലേക്കൂട്ടി കണ്ടുകൊണ്ട് മോദി സ്തുതി നടത്താനുള്ള ഒരു നീക്കം തടയുന്നതിന്റെ ഭാഗമായാണ് പാർലമെന്റിൽ ആ അവസരം കൊടുക്കേണ്ട എന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചതെങ്കിൽ അതിനപ്പുറത്ത് തരൂർ വീണ്ടും ഇതേ കാര്യം തന്നെ ആവർത്തിക്കാനുള്ള സാഹചര്യമുണ്ടാകും. അവിടെ നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ വാർത്തയിൽ, അതായത് BJPയിലേക്ക് ഇല്ല എന്ന് തരൂർ തന്നെ അദ്ദേഹം തന്നെ ആ നിലപാടിനെ വ്യക്തമാക്കുമോ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എന്നാണ് അറിയാനുള്ളത്. ശരി, ഇതാണ് തരൂരിന്റെ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. BJPയുടെ ദൂതനെയാണ് തരൂർ ഇക്കാര്യം അറിയിച്ചത്. എക്സ്ക്ലൂസീവായിട്ട് ന്യൂസ് 18 ഈ വാർത്ത നൽകുകയാണ്. ഉപരാഷ്ട്ര പദവി സ്വീകരിക്കുകയില്ല, BJPയിൽ അംഗത്വം എടുത്തുകൊണ്ടുള്ള ഒരു പദവിയും വേണ്ട എന്നാണ് തരൂർ പറഞ്ഞിരിക്കുന്നത്. തരൂരിനെ കോൺഗ്രസ് പരിപാടികളിൽ ബഹിഷ്കരിച്ച ഒരു സമയത്ത് കൂടിയാണ് തരൂർ ഇത്തരമൊരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ചയിൽ തരൂർ പങ്കെടുക്കില്ല. ലോക്സഭയിൽ ഗൗരവ് ഗൊഗോയാകും കോൺഗ്രസിൽ നിന്ന് ചർച്ചകൾക്ക് തുടക്കമിടുക. ലോക്സഭയിൽ പ്രതിരോധ മന്ത്രി തുടങ്ങിവെക്കുന്ന ചർച്ചയിൽ ഇടപെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും. കിരൺ ബാബു ചേരുകയാണ്. കിരൺ ബാബു കൂടുതൽ വിവരങ്ങളുമായി ചേരും. എന്തായാലും ഇതായിരുന്നു ഏറ്റവും വലിയ ആകാംക്ഷ. ശശി തരൂർ, ഇന്ത്യൻ സംഘത്തെ നയിച്ച ശശി തരൂർ, അദ്ദേഹത്തെ സംസാരിക്കുവാൻ കോൺഗ്രസ് അനുവദിക്കുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും ആകാംക്ഷ. എന്നാൽ ശശി തരൂർ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ പങ്കെടുക്കുകയില്ല. ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ചും അതിനുശേഷം നടന്ന ലോകരാജ്യങ്ങളെ ഇന്ത്യയുടെ നിലപാട് അറിയിക്കുന്ന കേന്ദ്ര സംഘത്തിന്റെ നടപടികൾ, ഇതേക്കുറിച്ചുമൊക്കെ വിശദമായ നിലപാട് ഇന്ന് കേന്ദ്ര സർക്കാർ ലോക്സഭയിലും നാളെ രാജ്യസഭയിലും വിശദമാക്കുകയാണ്. ഈ ചർച്ചയിലാണ് പ്രതിപക്ഷം നേരത്തെ പല ആവശ്യങ്ങളും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ആ ചർച്ചയിലാണ് തരൂർ വേണ്ട എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ പട്ടികയിൽ തരൂരിന്റെ പേര് ഇല്ല. ശശി തരൂർ മോദി സ്തുതി നടത്തുമോ എന്നുള്ള ആശങ്ക കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പട്ടികയിൽ തരൂർ ഉണ്ടാവുകയില്ല എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ശശി തരൂർ ലോക്സഭയിൽ സംസാരിക്കുകയില്ല. കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് തരൂർ ഉണ്ടാവുകയില്ല.